ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ടർഫ് ഫുട്ബോളിലെ ഇൻക്രീസ് ഒരു പരിധി വരെ കുറക്കാൻ പറ്റും. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് വാമപ്പാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഏതൊരു സ്പോർട്ടിലും പ്രത്യേകിച്ച് ഫുട്ബോളിലാണെങ്കിൽ മിനിമം ഒരു 10 മിനിറ്റെങ്കിലും കളിക്ക് തൊട്ട് മുമ്പ് വാമപ്പ്, അതായത് ഹോൾ ബോഡി സ്ട്രെച്ചിങ് നിർബന്ധമായി ചെയ്യുക. രണ്ടാമത്തെ പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഡീഹൈഡ്രേഷൻ ഇഞ്ചുറീസ് ഉണ്ടാക്കുന്ന ഒരു പ്രധാന വില്ലനാണെന്നുള്ളത്. പ്രത്യേകിച്ച് മസിൽ ഇഞ്ചുറീസ്, ഹാംസ്ട്രിങ് പുള്ളാണല്ലോ നമുക്ക് ഫുട്ബോൾ പ്ലേയേഴ്സിന് കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്നൊരു ഇഞ്ചുറിയാണ് ഹാംസ്ട്രിങ് പുൾ. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഡീഹൈഡ്രേഷൻ കൂടിയാണ്. അപ്പോൾ നമ്മൾ ഹാംസ്ട്രിങ് വീക്ക് ആണെങ്കിൽ നമുക്ക് ഭാവിയിൽ അതൊരു ACL ഇഞ്ചുറി വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടർഫിൻ്റെ ക്വാളിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് കളിക്കാൻ പോകുന്ന ടർഫിൻ്റെ ക്വാളിറ്റിയും അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുകൂടെ ഉറപ്പുവരുത്തുക. നാലാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടർഫ് ബൂട്ട്സ്. അപ്പോൾ ടർഫിന് അനുയോജ്യമായ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബൂട്ട്സ്, അത് ചിലപ്പോൾ നമുക്ക് AG ഷൂസ് ആവാം, അല്ലെങ്കിൽ ടർഫ് സ്പെസിഫിക് ആയിട്ടുള്ള ടർഫ് ബൂട്ട്സ് ഇന്ന് അവൈലബിൾ ആണ്. അത് ചൂസ് ചെയ്യുക. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഉള്ള ബ്രാൻഡ് സെലക്ട് ചെയ്ത് അത് യൂസ് ചെയ്യാവുന്നതാണ്. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കളി കഴിഞ്ഞ ഉടനെ വാമപ്പ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കൂൾ ഡൗൺ. ആ കൂൾ ഡൗൺ ഫേസിൽ എല്ലാ മസിൽസും സ്ട്രെച്ച് ചെയ്യുക. അതൊരു മിനിമം 5 to 10 മിനിറ്റ്സ് എങ്കിലും ചെയ്യുക. ഈ 5 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ എല്ലാ ടർഫ് ഇഞ്ചുറീസും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും.